ഇന്ന് ആരംഭ സന്ദേശത്തിൽ നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മാത്യു സാറ് നമ്മളെ ഓർപ്പിച്ചു. യേശുവിന് ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ലാസറിൻ്റെ കുടുംബത്തിലെ തകർച്ചകളെ ആനന്ദമാക്കിയതുപോലെ നമ്മുടെ കുടുംബത്തിലെ തകർച്ചകളെയും ദൈവം ആനന്ദമാക്കി മാറ്റും. കാനായിലെ വീട്ടിലെ പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ കേട്ടു. ഈശോ കടന്നു വരുമ്പോൾ ഈശോയ്ക്ക് സ്വാതന്ത്ര്യമുള്ളിടത്തെല്ലാം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ കർത്താവ് കൃപ തരും. അനതിയുടെ സാക്ഷ്യത്തിലൂടെ നമ്മൾ കേട്ടു ഈശോയിലേക്ക് ആകർഷിക്കപ്പെടാനുണ്ടായ 3 ചിന്തകൾ. ഒന്ന്, വ്യവസ്ഥയില്ലാതെ ഈശോ സ്നേഹിക്കുന്നു. ആരെല്ലാം സ്നേഹിക്കാതിരുന്നാലും ആരെല്ലാം പിന്മാറിപ്പോയാലും സ്നേഹിക്കുന്ന ഈശോ. എല്ലാം തുറന്നു പറയാവുന്ന, ലജ്ജ കൂടാതെ തുറന്നു പറയാൻ മാത്രം സ്വാതന്ത്ര്യമുള്ള ഈശോ. എന്നെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും മനസ്സിലാക്കുന്ന ഈശോ. അപ്പോൾ നമുക്ക് ഈ രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ ഹൃദയത്തെല്ലാം സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. ഇന്ന് ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാകും. ആ ആഗ്രഹങ്ങളെ എല്ലാം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവെ, അവിടുന്ന് എൻ്റെ ഹൃദയത്തെ അറിയുന്നു, അവിടുന്ന് എൻ്റെ വേദനകളെ അറിയുന്നു, അവിടുന്ന് എൻ്റെ പ്രശ്നങ്ങളെ അറിയുന്നു. ഈ രാത്രിയിൽ അവയെല്ലാം ഞാൻ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അതെല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആരോടും പറയാൻ പറ്റാത്ത വിഷമങ്ങളും പറഞ്ഞാൽ മനസ്സിലാക്കാത്ത വിഷമങ്ങളും ജീവിതത്തിലെ ശൂന്യതകളും എല്ലാം ഈശോ ഈ നിമിഷങ്ങളിൽ ഏറ്റെടുക്കട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക് ഈശോ രാത്രിയിൽ കടന്നു വരട്ടെ. നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തളർന്നിരിക്കുകയാണെങ്കിൽ ആ തളർച്ചയുടെ മേഖലകളിലേക്ക് ഇന്ന് ദൈവത്തിൻ്റെ ശക്തിയുടെ ആത്മാവ് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ 35:3 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുക, തളർന്നുപോയ കാൽമുട്ടുകളെ ബലപ്പെടുത്തുക, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുക, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുക, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഓർത്ത് നീ പരിഭ്രാന്തിയിലാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രിയിൽ പറയുന്നു, ഭയപ്പെടേണ്ട. നിന്റെ ഭാവി ഓർത്ത് നീ ഉത്കണ്ഠപ്പെട്ടിരിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ ശക്തി ആർജിക്കണം. നിനക്ക് ഒരുപക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ നിസ്സഹായത്തിലായിരിക്കാം. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുക. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിന്റെ കാൽമുട്ടുകൾ ദുർബലമായിരിക്കാം. എന്നാൽ ദുർബലമായ മുട്ടുകളെ ബലപ്പെടുത്തുവാൻ ദൈവം പറയുന്നു. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, രാത്രിയിൽ അവിടുത്തെ തിരുമുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വേദനകൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കണ്ണുനീരിലേക്ക് ഇറങ്ങി വരണമേ. എൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. എൻ്റെ പ്രതിബന്ധങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. എൻ്റെ തളർച്ചകളെ എടുത്തു നീക്കണമേ. പുതിയ ശക്തി കൊണ്ട് രാത്രിയിൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയൊഴുക്കണമേ കർത്താവേ, കൃപയൊഴുക്കണമേ. ആത്മാവിന്റെ ശക്തി ഒഴുക്കണമേ. തളർച്ചകൾ എടുത്തു നീക്കണമേ. ബന്ധനങ്ങളെ തകർത്ത് കളയണമേ. അങ്ങയുടെ കൃപയുടെ കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഇറങ്ങി വരണമേ. യേശുവേ, യേശുവേ. അറിയുന്ന ദൈവമേ, ഞാനെന്നും നിന്റേതല്ലേ. എല്ലാം അറിയുന്ന ദൈവമേ, ഞാനെന്നും നിന്റേതല്ലേ. കർത്താവേ, അവിടുന്ന് എല്ലാം അറിയുന്നു. എൻ്റെ ഹൃദയം അവിടുന്നാണ് കാണുന്നത്. എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഏറ്റവും മനസ്സിലാകുന്നത് അവിടുത്തേക്കാണ്. കർത്താവേ, ഞാൻ അങ്ങയുടെ സ്വന്തമാണല്ലോ. ഞാൻ അങ്ങയുടെ മകളാണല്ലോ, മകനാണല്ലോ. എല്ലാം അറിയുന്ന ദൈവമേ, ഈ രാത്രിയിൽ എൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം അറിയുന്ന ദൈവമേ, ഞാനെന്നും നിന്റേതല്ലേ. എല്ലാം അറിയുന്ന ദൈവമേ, ഞാനെന്നും നിന്റേതല്ലേ. നമ്മുടെ കടബാധ്യതകൾ കർത്താവ് അറിയുന്നു.
നമ്മുടെ രോഗത്തിൻ്റെ വേദനകൾ നമ്മൾ അറിയുന്നു. നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകൾ അറിയുന്നു. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ അവിടെ നിന്ന് അറിയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ കർത്താവ് അറിയുന്നു. അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ, എല്ലാം അവരുടെ വഴിതെറ്റുന്ന ജീവിതം ഓർത്തുള്ള ആകുലതകൾ എല്ലാം അറിയുന്ന കർത്താവ് അവിടുന്ന് ഈ രാത്രിയിൽ നമ്മളെ വിളിച്ചു ചേർത്തിരിക്കുന്നു. നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, നമ്മളെ സുഖപ്പെടുത്തുവാൻ, നമ്മുടെ കെട്ടുകൾ പൊട്ടിച്ചു കളയുവാൻ അവരിവിടെ ഉണ്ട്. അവന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അവന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് ഇറങ്ങി വരട്ടെ. അവന്റെ ശക്തി ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കീമോതെറാപ്പിക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്നു യേശുവേ. ഒരു ബന്ധു ഒരു കടം വാങ്ങിയിട്ട് തിരിച്ചു തരാത്തതിനാൽ വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ക്ഷമിക്കുവാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നു. ആ വ്യക്തിയെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുക. പ്രതിസന്ധികൾ കർത്താവ് എടുത്തു നീക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ സ്വഭാവ ദൂഷ്യക്കുറ്റം ആരോപിച്ച് ഒരുപാട് പരിഹസിക്കപ്പെട്ട, ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന ഒരു സഹോദരിയുടെ കണ്ണുനീര് കർത്താവ് ഈ രാത്രിയിൽ എടുത്തു നീക്കുന്നു. കർത്താവ് ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവമേ നിന്റെ കരുണയുടെ കരങ്ങൾ നീട്ടണമേ. നിന്റെ മക്കളെ തൊടണമേ. നിന്റെ മക്കളെ ആശ്വസിപ്പിക്കണമേ. കൃപ കൊണ്ട് നിറയ്ക്കണമേ. രാത്രിയിൽ ഉറങ്ങുമ്പോൾ കൂടെ കൂടെ ഞെട്ടി എഴുന്നേറ്റ് നിലവിളിക്കുന്നത് കൊണ്ട് ഒരു കൊച്ചിനെ ഓർത്ത് ഒത്തിരി ഭാരപ്പെടുന്ന അമ്മയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്ന ആ കൊച്ചിനെ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ. യേശുവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. നിലവിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓടിച്ചെന്നൊരു കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ കസേരയുടെ സ്ഥാനം മാറിപ്പോയി ഊരകുത്തി നിലത്ത് വന്ന് വീണപ്പോൾ ഉണ്ടായ അതിൻ്റെ ഫലമായിട്ടുള്ള ആ വേദന, ഒത്തിരി നാളായിട്ടുള്ള വേദനയാണ് കർത്താവ് ഒരു സഹോദരനിൽ നിന്ന് എടുത്തു നീക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്ന കർത്താവേ സ്തോത്രം. ദൈവമേ നന്ദി പറയുന്ന കർത്താവേ, യേശുവേ നന്ദി പറയുന്ന കർത്താവേ. അങ്ങയുടെ മക്കളിലേക്ക് കരങ്ങൾ നീട്ടണമേ. അങ്ങയുടെ ശക്തിയുടെ കരങ്ങൾ നീട്ടണമേ. യേശുവേ വരണമേ. യേശു ദൈവമേ എന്നെ സഹായിക്കുവാൻ ദയ തോന്നണമേ. കർത്താവെ എന്നെ രക്ഷിക്കുവാൻ വേഗം വരണമേ. നമുക്ക് ഈ നിമിഷങ്ങളിൽ ഈ സങ്കീർത്തനം ഒരു പ്രാർത്ഥനയാക്കി മാറ്റാം. ദൈവമേ എന്നെ മോചിപ്പിക്കുവാൻ വേഗം വരണമേ. കർത്താവെ എന്നെ രക്ഷിക്കുവാൻ ഓടിയെത്തണമേ. നമുക്ക് ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എവിടെയാണോ മോചനം ആവശ്യമുള്ളത്, എവിടെയാണോ രക്ഷ ആവശ്യമുള്ളത്, എവിടെയാണോ ഇപ്പോൾ പ്രതിസന്ധിയുള്ളത്, ആ പ്രതിസന്ധിയിലേക്ക് ദൈവം ഇപ്പോൾ ഈ രാത്രിയിൽ ഇറങ്ങി വരട്ടെ. ദൈവമേ എന്നെ മോചിപ്പിക്കുവാൻ ദയുണ്ടാകണമേ. എല്ലാവരും പ്രാർത്ഥിക്കുക, ഏറ്റുചൊല്ലുക. ദൈവമേ എന്നെ മോചിപ്പിക്കുവാൻ ദയ തോന്നണമേ. ദൈവമേ എന്നെ മോചിപ്പിക്കുവാൻ ദയ തോന്നണമേ. കർത്താവേ എന്നെ രക്ഷിക്കുവാൻ വേഗം വരണമേ. കർത്താവേ എന്നെ രക്ഷിക്കുവാൻ വേഗം വരണമേ. ദൈവമേ ദൈവമേ എന്നെ മോചിപ്പിക്കുവാൻ ദയ തോന്നണമേ. എന്റെ ബന്ധനങ്ങൾ തകർത്ത് കളയണമേ. പാപ
പാപവാസനകൾ എടുത്തു കളയണമേ. കടബാധ്യതകൾ ഏറ്റെടുക്കണമേ. എന്റെ കുടുംബത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ചു കളയണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. ദൈവമേ ആരാധന, ദൈവമേ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എന്റെ ദൈവം, ഞാൻ നിന്റെ സ്വന്തം, വേഗം നീ വന്നിടണേ. രക്ഷ നീ നൽകിയിടണേ. വേഗം നീ വന്നിടണേ. രക്ഷ നീ നൽകിയിടണേ. തകർന്നുപോയ ബന്ധങ്ങൾ സൗഖ്യപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയതെല്ലാം ഈ രാത്രിയിൽ കർത്താവ് തൻ്റെ സ്നേഹത്താൽ കൂട്ടിച്ചേർക്കട്ടെ. അയൽവക്ക ബന്ധങ്ങൾ തകർന്നു പോയത് ദൈവം വീണ്ടും കൂട്ടിച്ചേർക്കട്ടെ. സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങൾ തകർന്നത് കൂട്ടിച്ചേർക്കപ്പെടട്ടെ. എവിടെയൊക്കെയാണോ പിശാച് ഭിന്നതയും തെറ്റിദ്ധാരണകളും കലഹങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്, അവിടെയെല്ലാം കർത്താവിൻ്റെ ആത്മാവ് ഈ രാത്രിയിൽ കടന്നു വരണം. ബന്ധനങ്ങളെല്ലാം തകർത്ത് കളയണം. പിശാചിന്റെ പ്രവൃത്തികളെല്ലാം നിർവീര്യമാക്കപ്പെടണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഏതെങ്കിലും വ്യക്തിയോടുള്ള അകൽച്ച ഹൃദയത്തിലുണ്ടെങ്കിൽ അത് സമർപ്പിക്കുക. ആരോടെങ്കിലും ചേർന്ന് പോകാൻ വിഷമമുണ്ടെങ്കിൽ അത് സമർപ്പിക്കുക. കർത്താവേ, നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ബന്ധങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, തിന്മയുടെ സാന്നിധ്യങ്ങൾ ഞങ്ങളുടെ ബന്ധങ്ങൾ നീക്കിക്കളയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കലഹങ്ങളുടെ കാരണങ്ങൾ എടുത്തു കളയണമേ. ഭിന്നതയുടെ മതിൽക്കെട്ടുകൾ തകർക്കണമേ. സാത്താന്റെ ആധിപത്യം നീക്കിക്കളയണമേ. എന്റെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണേ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ബന്ധങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. അങ്ങയുടെ ശക്തി ഒഴുകട്ടെ, അങ്ങയുടെ ആത്മാവ് ഒഴുകട്ടെ, അങ്ങയുടെ സ്നേഹം ഒഴുകട്ടെ, അവിടുത്തെ കൃപ ഒഴുകട്ടെ, ജീവൻ വ്യാപിക്കട്ടെ. മരവിച്ചു പോയ ബന്ധങ്ങൾ ഉണരട്ടെ. പുതിയ സ്നേഹം കൊണ്ട് നിറയട്ടെ. പുതിയ കൃപയാൽ പൊതിയപ്പെടട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷങ്ങളിൽ കലഹ കാരണങ്ങൾ വിട്ടു പോകട്ടെ. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. ഹല്ലേലൂയ. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. ആമേൻ, ആമേൻ. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ നാമങ്ങൾക്കുപരിയായ നാമം, എല്ലാ മുട്ടുകളും മടങ്ങുന്ന കർത്താവിൻ്റെ ശക്തമായ നാമം, ആ നാമം ഏറ്റുപറഞ്ഞ് നമ്മളിപ്പോൾ സ്വയം പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും വിശ്വാസത്തോടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, എല്ലാ നാമങ്ങൾക്കും മേലായ അങ്ങയുടെ നാമത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ എന്റെ ശരീരത്തിൽ നിന്ന് രോഗത്തിന്റെ വേദനകൾ, രോഗത്തിന്റെ കാരണങ്ങൾ വിട്ടുപോകട്ടെ. അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ സാത്താന്റെ പ്രവർത്തനങ്ങൾ എന്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. കർത്താവായ യേശുവേ, എന്റെ
നാമത്തിന്റെ ശക്തിയാൽ എന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, നാം ഒഴുക്കണമേ, ഒഴുക്കണമേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. സക്കറിയായുടെ പുസ്തകം 9-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ തക്ക വിധം ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. കർത്താവ് നമുക്ക് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. അതാണ് നമ്മുടെ സുരക്ഷിതത്വം. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കത്തക്കവണ്ണം ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവത്തിൻ്റെ ഭവനമായ ദൈവം വസിക്കുന്ന നമ്മുടെ ജീവിതത്തിന് ചുറ്റും പാളയമടിച്ചുകൊണ്ട് ദൈവം കാവൽ നിൽക്കുന്നു. അതാണ് നമുക്ക് ഭയമില്ലാതെ ജീവിക്കുവാൻ, പ്രത്യാശയോടെ ജീവിക്കുവാൻ ശക്തി നൽകുന്ന ഒരു ചിന്ത. ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ചൊല്ലുവാനായിട്ട് പറഞ്ഞുതരാം. പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമായ കർത്താവേ, ദുഷ്ടൻ തൊടാതെ, ശത്രു തോൽപ്പിക്കാതെ, തിന്മ പീഡിപ്പിക്കാതെ, ഇന്നും എന്നും എപ്പോഴും അങ്ങ് എനിക്ക് ചുറ്റും തീ മതിലായിരിക്കണമേ. അങ്ങ് എനിക്ക് ചുറ്റും തീ മതിലായിരിക്കണമേ എന്നുള്ളത് അങ്ങ് എൻ്റെ മക്കൾക്ക് ചുറ്റും തീ മതിലായിരിക്കണമേ. അങ്ങനെ നമുക്ക് മാറ്റി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അങ്ങ് എൻ്റെ ജീവിത പങ്കാളിക്ക് ചുറ്റും തീ മതിലായിരിക്കണമേ, എൻ്റെ ഭവനത്തിന് ചുറ്റും, എൻ്റെ സ്ഥാപനത്തിന് ചുറ്റും. ഇത്തരത്തിൽ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഒന്നുകൂടി ഞാൻ പറയാം. കർത്താവായ ദൈവമേ, ദുഷ്ടൻ തൊടാതെ, ശത്രു തോൽപ്പിക്കാതെ, തിന്മ പീഡിപ്പിക്കാതെ, ഇന്നും എന്നും എപ്പോഴും അങ്ങ് എനിക്ക് ചുറ്റും തീ മതിലായിരിക്കണമേ. നമുക്കിനി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ദുഷ്ടൻ തൊടാതെ, ശത്രു തോൽപ്പിക്കാതെ, തിന്മ പീഡിപ്പിക്കാതെ, അങ്ങ് എനിക്ക് ചുറ്റും തീ മതിലായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മെഡ്ജുഗോറിയ. നിങ്ങൾക്കറിയാം മെഡ്ജുഗോറിയയെക്കുറിച്ച്. മെഡ്ജുഗോറിയയിൽ ഒരിക്കൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ കുട്ടികൾ മാതാവിനോട് ഒരു ചോദ്യം ചോദിച്ചു. മാതാവ് അതീവ തേജസ്വിനിയായ ഒരു സ്ത്രീയായിട്ടാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അലൗകികമായിട്ടുള്ള ഒരു സൗന്ദര്യവും തേജസ്സും, ഈ ലോകത്തിൽ ആരിലും കാണാത്ത അലൗകികമായ ഒരു സൗന്ദര്യം, ഒരു തേജസ് ഇത് മാതാവിൻ്റെ മുഖത്തും വ്യക്തിത്വത്തിലുമുണ്ട്. അപ്പോൾ മറിയാന എന്ന് പറയുന്ന പെൺകുട്ടി മാതാവിനോട് ചോദിച്ചു, മാതാവേ, എന്താണ് അമ്മയുടെ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യമെന്ന്. അപ്പോൾ മാതാവ് അവരോട് പറഞ്ഞു, സ്നേഹമാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു തേജസ്, സൗന്ദര്യം സ്വന്തമാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഹൃദയം മുഴുവനും സ്നേഹം നിറച്ചാൽ മതി. നിങ്ങൾ സ്നേഹത്തിൽ വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കും എന്ന് മാതാവ് പറഞ്ഞു. മാതാവ് പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ 10 വയസ്സുള്ള യാക്കോബും ഉണ്ടായിരുന്നു. യാക്കോബിന് മാതാവ് പറഞ്ഞത് അങ്ങ് ദഹിച്ചില്ല. മാതാവിൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞ് പോന്നപ്പോൾ, തിരിച്ചു പോരുമ്പോൾ
യാക്കോബ് മറ്റുള്ളവർ പറഞ്ഞു, എന്തായാലും മാതാവ് ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്കത്ര വിശ്വാസം വരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ എത്രയോ പേര് എന്തോരം പേരെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ ഗ്രാമത്തിൽ എത്രയോ നല്ല മനുഷ്യരെ ഒത്തിരി സ്നേഹിക്കുന്നവരുണ്ട്, എന്നിട്ടും അവരുടെ ഒന്നും സൗന്ദര്യം വർദ്ധിക്കുന്നില്ലല്ലോ. എന്നിട്ടും പിന്നെ സ്നേഹിച്ചാൽ സൗന്ദര്യം വർദ്ധിക്കുമെന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് ഈ കൊച്ചു പയ്യനായ യാക്കോബ് ചോദിച്ചു. അപ്പോൾ ഈ മറ്റുള്ള കുട്ടികൾ അത് വിശദീകരിച്ചു. ആന്തരിക സൗന്ദര്യത്തെക്കുറിച്ചാണ്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആന്തരികതയെക്കുറിച്ചാണ് മാതാവ് പറഞ്ഞത് എന്ന് പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കറിയാം, നമുക്ക് നമ്മളുടെ ഒക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, തേജസ് വർദ്ധിപ്പിക്കുവാൻ, വ്യക്തിത്വം മെച്ചപ്പെട്ടതായി തീരാൻ ഒക്കെ മാനുഷികമായ ആഗ്രഹങ്ങളും പരിശ്രമങ്ങളൊക്കെ എല്ലാവരിലും കാണും. എന്നാൽ നമ്മുടെ ആന്തരികമായ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അത്ര ഗൗരവം കൊടുക്കാറില്ല. നമ്മൾ പലപ്പോഴും സൗന്ദര്യം എന്ന് പറയുന്നത് തൊലിയുടെ നിറത്തിലോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ രൂപഭംഗിയിലോ ഒക്കെയാണ് പലപ്പോഴും സൗന്ദര്യം കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സൗന്ദര്യമിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, ആന്തരികതയിലാണ്. ഇപ്പം നമുക്കറിയാം, മദർ തെരേസയുടെ അവസാന കാലഘട്ടത്തിലെ ഫോട്ടോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചുക്കിച്ചുളിഞ്ഞ ശരീരമാണ്, തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ, മുഖമൊക്കെ ചുക്കിച്ചുളിഞ്ഞത്. യാതൊരു വിധത്തിലുള്ള ആകർഷണീയതയും മാനുഷിക രീതിയിൽ മദർ തെരേസയുടെ ശരീരത്തിനില്ല. വാർദ്ധക്യത്തിലെത്തി അവശതയിലായ ചുക്കിച്ചുളിഞ്ഞ ശരീരമൊക്കെ ഉണ്ടെങ്കിലും മദർ തെരേസയുടെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ പോലും ഒരു തേജസ്, ഒരു ആകർഷണീയത നമുക്ക് കാണാൻ സാധിക്കും. അതെന്താണ്? അത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന്, ഹൃദയത്തിൻ്റെ പവിത്രതയിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ആകർഷണീയതയാണ്. ഉള്ളിലുള്ള ദൈവസാന്നിധ്യത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ആകർഷണീയതയാണ്. പലപ്പോഴും പിശാച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. ബാഹ്യമായ സൗന്ദര്യ വർധനവിലൂടെ ജീവിതം കൂടുതൽ ആകർഷണീയമായി മാറ്റാം, കൂടുതൽ ശ്രദ്ധേയമായി തീരാമെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്തുമാത്രം ശാരീരികമായ രൂപലാവണ്യമുണ്ടെങ്കിലും ആന്തരിക സൗന്ദര്യമില്ലാത്ത ഒരു വ്യക്തിയോട് ആകർഷണീയത തോന്നുകയില്ല. ഒരുപക്ഷെ ലൈംഗികമായ ആകർഷണം തോന്നാം, മറ്റു തരത്തിലുള്ള ആകർഷണം. പക്ഷേ ഹൃദയം കൊണ്ട് ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുന്നത്, ഹൃദയം കൊണ്ട് നമ്മളൊരു വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ബാഹ്യമായ സൗന്ദര്യം കൊണ്ടല്ല, മറിച്ച് ആ വ്യക്തിയുടെ ആന്തരിക സൗന്ദര്യം കൊണ്ടാണ്. അപ്പോൾ ആ സൗന്ദര്യം എങ്ങനെ നമുക്ക് കിട്ടും? അത് സ്നേഹം കൊണ്ട് നമ്മൾ നിറയ്ക്കണമെന്നാണ് മാതാവ് പറയുന്നത്. അപ്പം വെറുപ്പ്, നമുക്കറിയാം, ഉള്ളിൽ വെറുപ്പുണ്ടെങ്കിൽ മുഖത്തും അതിൻ്റെതായ വാട്ടങ്ങളൊക്കെ ഉണ്ടാകും, കണ്ണിനും അതിൻ്റെതായ ഇതുണ്ടാകും. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ മാറുന്നതനുസരിച്ച് മുഖഭാവങ്ങളും മാറും, നമുക്കറിയാം. അപ്പം മുഖത്ത് തേജസ് ഉണ്ടാകണമെങ്കിൽ ഹൃദയത്തിൽ സ്നേഹം നിറയണം. സ്നേഹം കൊണ്ട് നിറയുന്നതിനനുസരിച്ച് വ്യക്തിത്വം ആകർഷണീയമായിട്ട് തീരുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിലെല്ലാം ബാഹ്യമായി നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഒരുപാട് നമ്മൾ അധ്വാനിക്കും. പ്രത്യേകിച്ചും പ്രായമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും തൊലിയുടെ ചുളിവൊക്കെ മൂടി വെക്കാനും മുടി നരച്ചതൊക്കെ മറച്ചു വെക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ച് നമ്മളുടെ ആന്തരിക സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല. നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാറില്ല. യഥാർത്ഥത്തിൽ ജീവിതം ആകർഷണീയമാക്കി മാറ്റുന്നത്, നമ്മുടെ ജീവിതം ആദരണീയമാക്കി മാറ്റുന്നത്, മറ്റുള്ളവർ നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, നമ്മളെ ആദരിക്കുന്നത് നമ്മുടെ ബാഹ്യ സൗന്ദര്യത്തിൻ്റെ പേരിലല്ല. അസൂയയും കുശുമ്പുള്ള സ്ത്രീ ഒത്തിരി സുന്ദരിയാണ്, പക്ഷേ അടുത്തറിയുമ്പോൾ എല്ലാവർക്കും ആ വ്യക്തിയോട് വെറുപ്പേ തോന്നുള്ളൂ. നമുക്കറിയാം, അഹങ്കാരിയായ പൊങ്ങച്ചക്കാരിയായ ഒരു വ്യക്തി നമുക്ക് ആർക്കും ഇഷ്ടം തോന്നുകയില്ല. അതേസമയത്ത് എളിമയും സൗമ്യതയും ഉണ്ടെങ്കിൽ ആകർഷിത ഉണ്ടാകും. പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കാറില്ല. നമ്മളെപ്പോഴും ബാഹ്യമായ മോടിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ആന്തരികമായ വ്യക്തിത്വത്തെ വിശുദ്ധീകരിക്കാനും നവീകരിക്കാനും പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല. അപ്പോൾ ഈ ആന്തരികമായ സൗന്ദര്യം നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എവിടെയും സ്വീകാര്യതയുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് മാറാൻ സാധിക്കും. കാരണം ഈ ആന്തരിക സൗന്ദര്യത്തെ അവഗണിക്കാൻ പറ്റില്ല. അത് ഹൃദയങ്ങളെ തൊടും, അത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ സ്വാധീനം ചെലുത്തുന്ന തരത്തിൽ ഉണ്ടാകും. ഈ ആന്തരിക സൗന്ദര്യം നമുക്ക് ലഭിക്കുന്നത് സ്നേഹത്തിലൂടെയാണ്. അപ്പം സ്നേഹത്തിൻ്റെ കുറവാണ്
ആന്തരിക സൗന്ദര്യത്തിൻ്റെ കുറവ്. അപ്പോൾ സ്നേഹം കൊണ്ട് നമ്മൾ നിറയ്ക്കണം. അതെങ്ങനെയാണ്? നമുക്ക് നമ്മുടേതായ രീതിയിലൂടെ സ്നേഹത്താൽ നിറയപ്പെടാൻ പറ്റുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹമാണ്. മാത്യു സാർ ഇന്ന് ആദ്യ സന്ദേശത്തിൽ അത് പറഞ്ഞു. ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ മറ്റു പല ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പലപ്പോഴും മറ്റുള്ളവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കും, മറ്റുള്ളവർ ധരിക്കുന്ന ആഭരണം അതേപോലെ വേണമെന്ന് വിചാരിക്കും, മറ്റുള്ളവരെ പോലെ മുടി വേണമെന്ന് ആഗ്രഹിക്കും, മറ്റുള്ളവരെ പോലെ എൻ്റെ സ്കിന്ന് മനോഹരമായിരിക്കണം എന്ന് ആഗ്രഹിക്കും. എന്തുമാത്രം പണവും സമയമൊക്കെ മനുഷ്യർ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കണം, ടി വിയിലും പത്രത്തിലുമൊക്കെ കാണുന്ന ഈ മോഡലുകളുടെ ചർമ്മഭംഗിയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ യഥാർത്ഥമാണ്. അതൊക്കെ തട്ടിപ്പാണ്. കാരണം ഇതൊക്കെ ഒരുപാട് മേക്കപ്പ് മണിക്കൂറുകളോളം മേക്കപ്പ് ചെയ്ത് ഒരുപാട്, പിന്നെ ഇതേ ഫോട്ടോ ഒത്തിരി ലൈറ്റൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് പിന്നീട് കമ്പ്യൂട്ടറിൽ ഒരുപാട് മിനുക്ക് പണികളൊക്കെ ചെയ്താണ് ഈ ടി വിയിലും പത്രത്തിലൊക്കെ കാണുന്ന മോഡലുകളുടെ മുടിയും ഈ തൊലിയൊക്കെ ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് അങ്ങനെയുള്ള തൊലിയോ മുടിയോ ഒന്നും ഇല്ല. ഇതൊക്കെ നമ്മളെ പറ്റിയിരിക്കുന്നതാണ്. നമ്മളിൽ അസൂയുണ്ടാക്കുന്ന, അപകർഷതാബോധം ഉണ്ടാക്കുന്ന പരസ്യങ്ങളായത്. അതെല്ലാം കണ്ട് അതുപോലെ ആകാൻ വേണ്ടി, അതുപോലെ മുടി വളരാൻ വേണ്ടി ആ എണ്ണ മേടിച്ച് തേക്കും, അതുപോലെ ആ സ്കിൻ ഓയിൻമെൻറ്റ് വെക്കും, അതുപോലത്തെ വസ്ത്രം ധരിക്കും, ആ ആഭരണം ധരിക്കും. അപ്പോൾ ഇതെല്ലാം ഉള്ളിലെ ശൂന്യതയാണ് പ്രകടമാക്കുന്നത്. ഉള്ളിലുള്ള ഈ ശൂന്യതയെ നികത്താൻ വേണ്ടി നമ്മുടെ അപകർഷതാബോധം മൂലം നമ്മളിങ്ങനെ മറ്റുള്ളവരെ അനുകരിക്കും. എന്നാൽ ആന്തരികമായി ദൈവസ്നേഹത്തിൻ്റെ മനോഹാരിത കൊണ്ട് നിറയുമ്പോൾ ഇത്തരത്തിലുള്ള ബാഹ്യമായ മോടി പിടിപ്പിക്കലിന് വേണ്ടിയുള്ള വെപ്രാളം മാറിപ്പോകും. നമ്മൾ അലങ്കരിക്കുന്നതിലോ സൗന്ദര്യവർദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൊന്നും അതിൽ തരത്തില്ല. പക്ഷേ അതെല്ലാം ഭ്രാന്തമായിട്ട് മാറുമ്പോൾ അത് നമ്മുടെ ഉള്ളിലെ ശൂന്യതയുടെ ഒരു അടയാളമായിട്ട് നമ്മൾ എപ്പോഴും കാണണം. അപ്പോൾ ദൈവം നമ്മുടെ ആന്തരിക സൗന്ദര്യം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അതിനൊരു പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ അത് പ്രത്യേകിച്ചും പ്രായമാകുമ്പോൾ എന്തുകൊണ്ടാണ് പ്രകൃതി നമ്മുടെ ശരീരത്തിൽ ചുളിവുകളൊക്കെ വീഴ്ത്തുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യമൊക്കെ ഒന്ന് മങ്ങിക്കൊണ്ടിരുന്നത്? പ്രകൃതി തന്നെ അങ്ങ് ചെയ്യുന്നത് എന്തിനാണ്? ഇനി മുതൽ നീ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കരുത്. നിന്റെ ആത്മാവിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കേണ്ട കാലഘട്ടമാണ് ഇനിയുള്ളത്. മരിക്കാറായി കിടക്കുമ്പോഴും നമ്മൾ ശരീരത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ആത്മാവിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. എന്തൊരു ദൗർഭാഗ്യമാണത് എന്ന് ചിന്തിച്ചു നോക്കുക. നമുക്കറിയാം, ഏത് നിമിഷങ്ങളിലും നമ്മളുടെ ശരീരം മണ്ണിനോട് ചേരാനുള്ളതാണ്. എന്നാൽ അനശ്വരതയുള്ളത് ആത്മാവിനാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ആത്മാവിനെ സുന്ദരമാക്കി നമ്മൾ മാറ്റണം. അത് നിത്യതയോളം നിലനിൽക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിന് ഒരുപാട് അർത്ഥം നൽകുന്നു. അതുകൊണ്ട് പ്രായമാകുന്തോറും, ശരീരം ദുർബലമാകുന്തോറും, സൗന്ദര്യം ക്ഷയിക്കുന്തോറും അത് മേക്കപ്പ് ചെയ്തും അത് മറച്ചു വെക്കാനുള്ള ശ്രമിക്കേണ്ടത്, മറിച്ച് അതൊരടയാളമാണ്, പ്രകൃതി നിനക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്. കാരണം നിന്റെ ആത്മാവിൻ്റെ കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമായി. പ്രായമാകുന്തോറും നിന്റെ ആത്മാവിൻ്റെ കാര്യത്തിൽ നീ കൂടുതൽ ശ്രദ്ധിക്കണം. നിന്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? ഇന്ന് ദൈവം നിന്നെ തിരിച്ചു വിളിച്ചാൽ നിന്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? നിന്റെ ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ട നിന്റെ ആത്മാവ് വികൃതമായിട്ടാണോ എന്ന് നീ ചിന്തിക്കേണ്ട സമയമായി മകനെ, മകളെ എന്നാണ് പ്രായമാകുന്തോറും നമ്മൾ പറയുന്നത്. പലപ്പോഴും മരണത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം. നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ധാരാളം മരണം നടക്കുന്നുണ്ട്. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ മരിക്കുന്നുണ്ട്, നമ്മുടെ സമപ്രായക്കാർ മരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ ഒരിക്കലും മരിക്കില്ല എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പലപ്പോഴും ഓടുന്നത്. മരണത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്, അതിനുവേണ്ടി ഞാൻ ഒരുങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. മരണത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടും നിത്യതയെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടുമാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ ഓർത്തോർത്ത് ദുഃഖിച്ച് വിലപിച്ച് ജീവിക്കുന്നത്. എന്നാൽ മരണത്തിനപ്പുറത്ത് സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും നിത്യതയുണ്ടെന്നും ദൈവമുണ്ടെന്നുമുള്ള യഥാർത്ഥമായിട്ടുള്ള ബോധ്യത്തിൽ നമ്മൾ വളരുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളിൽ നമ്മൾ നിരാശപ്പെട്ടു പോകുകയില്ല. കാരണം ഇതിനെല്ലാം ഒരു അവസാനമുണ്ട്, ഇതിനെല്ലാം പ്രതിഫലം കിട്ടും. ഈ ലോകത്തിലെ എല്ലാ വേദനകൾക്കും ഒരു റിവാർഡുണ്ട് സ്വർഗത്തിൽ എന്നുള്ളത് ആശയപരമായിട്ട് നമുക്കുണ്ട്. പക്ഷേ ഹൃദയത്തിൽ ബോധ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ പ്രശ്നങ്ങളുടെ മുമ്പിൽ പലപ്പോഴും തളർന്നു പോവുകയാണ്.
പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് ദൈവം തന്ന ആത്മാവിനെ വികൃതമാക്കാതെ, മലിനമാക്കാതെ, ഈ ലോകത്തിലെ കളങ്കങ്ങളിൽപ്പെട്ട് തളർന്നു പോകാതെ അതിനെ വിശുദ്ധിയിൽ വളർത്തണം എന്നുള്ളതാണ്. അതിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കണം. അപ്പം ആത്മാവിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും ക്രമമുണ്ടാകുകയും ദൈവം നമ്മളെ പരിപാലിക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഭൗതികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇപ്പോഴുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ പോലും ദൈവം നിത്യതയിലേക്ക്, ആത്മനിത്യതയിലേക്ക്, സ്വർഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തിൽ പ്രശ്നങ്ങളില്ലെങ്കിൽ, വല്ല സുഖസൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ അതിൽ മുഴുകി നമ്മുടെ ആത്മാവിൻ്റെ കാര്യം മറന്നുപോകും, നിത്യതയുടെ കാര്യം മറന്നുപോകും, മരണത്തിൻ്റെ കാര്യം മറന്നുപോകും. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്കുണ്ടാകുന്ന നൊമ്പരങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, അസ്വസ്ഥതകളിലൂടെ ദൈവം നമ്മളെ വിളിക്കുന്നത് നിത്യതയിലേക്ക് നോക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം ഇന്നോ നാളെയോ ഏതാനും വർഷങ്ങളോ കഴിഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടതാണ്. ഇവിടെ എത്ര വലിയ വീട് പണിതാലും, എത്ര വില കൂടിയ കാറ് സ്വന്തമാക്കിയാലും, എന്തെല്ലാം ഉന്നതമായ പദവികളുണ്ടെങ്കിലും, എത്ര മനോഹരമായ സൗന്ദര്യമുള്ള ശരീരമുണ്ടെങ്കിലും എല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും, എല്ലാം നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ അതിനെ ഓർത്തിങ്ങനെ ഭ്രാന്തമായിട്ട് ഓടേണ്ട കാര്യമില്ല. പണത്തിന് വേണ്ടി അമിതമായി ഭ്രാന്ത് പിടിച്ചും മനുഷ്യർ ഓടുന്നത് എന്തുകൊണ്ടാണ്? മരണത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധമില്ലാത്തത് കൊണ്ടാണ്, നിത്യതയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ തോന്നിവാസം ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ അഴിമതിയിലും കൊള്ളയിലും ചതിയിലുമൊക്കെ ജീവിച്ച് സന്തോഷം കണ്ടെത്തുന്നത്? മരണത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്, നിത്യതയെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. നിത്യതയ്ക്ക്, ഈ മരണത്തിനപ്പുറത്ത് ഒരു ദൈവമുണ്ടെന്നും അവൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കണക്ക് ബോധിപ്പിക്കുവാൻ ചുമതലപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യം ഇല്ലാത്തത് കൊണ്ട് മനുഷ്യൻ തോന്നുന്നത് പോലെ ജീവിക്കുന്നു, തോന്നുന്നത് പോലെ പ്രവർത്തിക്കുന്നു. ഇപ്പം ദൈവഭയമില്ല, മരണത്തെക്കുറിച്ചുള്ള ബോധ്യമില്ല, നിത്യതയെക്കുറിച്ചുള്ള അറിവില്ല. ഈ കാലഘട്ടത്തിൽ മാറ്റമുണ്ടാകണമെങ്കിൽ ഇവിടെ വിശ്വാസത്തിൽ ഒത്തിരി മാറ്റമുണ്ടാകണം. ഈ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവഭയത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കൂ. ദൈവഭയമില്ലായ്മയാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. അപ്പം നമ്മളെല്ലാവരും വിശ്വാസ പ്രമാണം ചൊല്ലുന്നവരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഇതെല്ലാം ചൊല്ലിയിട്ടും നമ്മൾ പലപ്പോഴും നമ്മുടേതായ ജീവിതശൈലിയിൽ മുന്നോട്ടെല്ലാം പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കും. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സഭയിൽ പ്രശ്നങ്ങളുണ്ട്, വീട്ടിൽ പ്രശ്നമുണ്ട്, ലോകം മുഴുവനും പ്രശ്നങ്ങളാണ്. എങ്ങനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും, വിമോചനം കിട്ടുമെന്ന് മനുഷ്യരൊക്കെ ചിന്തിക്കാറുണ്ട്. ഒറ്റ വഴിയേ ഉള്ളൂ, ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനമായി ദൈവം കടന്നു വരണം. അതിനായി നമ്മുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകണം. ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാകാത്തിടത്തോളം കാലം സമൂഹത്തിൽ മാറ്റം ഉണ്ടാകില്ല. കാരണം എന്താണ്? മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ തിന്മയും പൊട്ടിപ്പുറപ്പെടുന്നത്. ഹൃദയം ദുഷിച്ചതായതുകൊണ്ടാണ് തെറ്റായ നിയമനിർമ്മാണങ്ങളും തെറ്റായിട്ടുള്ള നിലപാടുകളും മനുഷ്യരെടുക്കുന്നത്. ഹൃദയം ദുഷിച്ചതായതുകൊണ്ടാണ് പാപത്തിന് വശംവദമായി പോകുന്നത്. അപ്പം അതുകൊണ്ട് ഹൃദയത്തിൽ മാറ്റമുണ്ടാകണം. ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കുവാൻ വ്യവസ്ഥിതികൾക്കൊന്നും സാധിക്കുകയില്ല, നിയമനിർമ്മാണം കൊണ്ട് സാധിക്കുകയില്ല. എന്തുമാത്രം നിയമങ്ങളാണ് ലോകത്തിലുള്ളത്. ഓരോ രാജ്യവും ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി പുതിയ പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല. കാരണം എന്താണ്? നിയമങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റാൻ പറ്റുകയില്ല. വ്യവസ്ഥിതികൾ മാറിയാലും മനസ്ഥിതി മാറുന്നില്ല. അതുകൊണ്ട് തിന്മ നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൽ മാറ്റം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ മറ്റൊരു വ്യക്തിക്കും ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. സ്വതന്ത്രമായ ബുദ്ധിയുള്ള, സ്വതന്ത്രമായ മനസ്സുള്ള ഒരു മനുഷ്യൻ്റെ ആന്തരിക ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് സാധിക്കും. എത്രയോ കൊള്ളക്കാരും കൊലയാളികളും യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഒരു അത്ഭുതകരമായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. എത്രയോ ജീവിതങ്ങൾ പാപത്തിൻ്റെ വഴികൾ വിട്ട് മാറി വരുന്നു. യേശുവിനെ കാണുമ്പോൾ, യേശുവിനെ അറിയുമ്പോൾ, യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ ഹൃദയങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകുകയാണ്.
അപ്പം നമ്മുടെ ജീവിതത്തിലും മാറ്റം വരുത്താൻ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ഹൃദയത്തിൽ മാറ്റം വരുത്താതെ പ്രവർത്തനങ്ങളിൽ, ബന്ധങ്ങളിൽ, ഭൗതിക ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പം ഇത് മാറ്റം വരുത്തുക എന്നുള്ളത്, ഹൃദയത്തെ മാറ്റുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. നമ്മൾ ചെയ്യേണ്ടത് അതിനുവേണ്ടി ആഗ്രഹിക്കുകയും നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 36-ാമത്തെ അധ്യായത്തിൽ 25 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാസമാനമായ ഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. യേശുവിന് മാത്രം നൽകാൻ കഴിയുന്ന ഈ വലിയൊരു കൃപയാണിത്, ഹൃദയം മാർഗം. ഒരുപക്ഷെ കഠിനമായ വെറുപ്പിലൂടെ മുന്നോട്ട് പോകുന്ന ഹൃദയം, അസൂയയും മറ്റു തിന്മകളുമുള്ള ഹൃദയം, ജഡികമായ ആസക്തികളാൽ കലുഷിതമായിട്ടുള്ള ഹൃദയം, പാപത്തിൽ ജീവിക്കുന്ന ഹൃദയം, അനേക കാലങ്ങളായി മാറ്റാൻ സാധിച്ചിട്ടും മാറ്റാൻ കഴിയാത്ത ഹൃദയം, അങ്ങനെയുള്ള ഒരു ഹൃദയമായിരിക്കും. പുറമേ നമ്മൾ പെയിൻ്റൊക്കെ പൂശി വീടൊക്കെ വളരെ മനോഹരമാക്കുന്നത് പോലെ നമ്മുടെ ജീവിതം സമൂഹത്തിൽ വളരെ മാന്യമായിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കും, നമ്മൾ ആത്മീയമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കും. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. എത്രയോ വർഷമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്രയോ നാളുകളായി ഞാൻ ധ്യാന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു, എത്രയോ നാളുകളായി ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, എത്രയോ നാളുകളായി സമൂഹത്തിൽ ഞാൻ ആത്മീയ മനുഷ്യനായി ജീവിക്കുന്നു. എന്നാൽ എൻ്റെ ഹൃദയം ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. ഞാൻ ഇപ്പോഴും പഴയതുപോലെ വെറുപ്പിലും വാശിയിലും കോപത്തിലും സ്വാർത്ഥതയിലും അഹങ്കാരത്തിലും ജീവിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിന് മാറ്റം വന്നിട്ടില്ലെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതം വാസ്തവത്തിൽ ഒരു കാപട്യമാണ് എന്ന് ചിന്തിക്കണം. ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അവൻ എന്ത് പ്രവർത്തിക്കുന്നു എന്നതല്ല നോക്കുന്നത്, എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു അത് ഹൃദയത്തിലായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഹൃദയത്തിലാണ് മാറ്റം വരേണ്ടത്. നമ്മുടെ സ്വകാര്യ ജീവിതം വിശദീകരിക്കപ്പെടണം. നമ്മളെപ്പോഴും സമൂഹത്തിൽ മാന്യന്മാരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മാന്യത എന്ന് പറയുന്നത് മറ്റു മനുഷ്യരുടെ മുമ്പിലാണ്, ദൈവത്തിൻ്റെ മുമ്പിലോ വിശുദ്ധിയാണ് പ്രധാനം. ഹൃദയത്തിൻ്റെ വിശുദ്ധി, ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ വിശുദ്ധീകരണത്തിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപ കൂടുതലായി നമ്മളിലേക്കും അതുവഴി നമ്മുടെ കുടുംബങ്ങളിലേക്കും കടന്നു വരാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ് ചില വേദനകളും പ്രശ്നങ്ങളും ദൈവം അനുവദിക്കുന്നത്. ഒരുപക്ഷെ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ചില പ്രതിസന്ധികൾ, ചില നിസ്സഹായതകൾ, ചില അപമാനങ്ങൾ, ഇതെല്ലാം ദൈവം നമുക്ക് അനുവദിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ മനസ്സിലാക്കാനാണ്. പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും അങ്ങനെ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാനും വേണ്ടി നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി 40 വർഷം മരുഭൂമിയിലൂടെ നയിച്ച് നിങ്ങൾ ഓർക്കണം. മരുഭൂമിയിൽ പരീക്ഷകൾ നൽകി, പ്രശ്നങ്ങൾ നൽകി, പ്രതിസന്ധികൾ നൽകിക്കൊണ്ട് ദൈവം ഇസ്രായേൽക്കാരുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അവരുടെ ഹൃദയവിചാരമൊക്കെ നേരത്തെ തന്നെ അറിയാം. പിന്നെ ഒരു ടെസ്റ്റ് പേപ്പർ എടുത്തിട്ട് അത് പരീക്ഷ നടത്തിയിട്ട് അത് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ദൈവത്തിന് മനസ്സിലാകാൻ വേണ്ടിയല്ല, ഇസ്രായേൽക്കാർക്ക് അവരുടെ തനി സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ, അവരുടെ ഹൃദയം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകണം. കാരണം ചെങ്കടൽ 2ആയിട്ട് വിഭജിച്ച് അത്ഭുതകരമായ വിധത്തിൽ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് അവർക്ക് ഇത്തിരി വെള്ളം കിട്ടാണ്ട് വന്നപ്പോഴത്തേക്ക് അവർ പിറുപിറുക്കാൻ തുടങ്ങി. പാറ പിളർന്ന് ജലം നൽകി, ആകാശത്തു നിന്ന് മന്ന പൊഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മടുപ്പായി, വിരസതയായി, ഇറച്ചിയില്ല എന്നും പറഞ്ഞ് പരാതി പറയാൻ തുടങ്ങി. അപ്പോൾ ഇസ്രായേൽക്കാർ മനസ്സിലാക്കണം, നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പാടി ചെങ്കടൽ കടന്നപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചു, പക്ഷെ നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്, നിങ്ങളുടെ ഹൃദയത്തിന് മാറ്റമില്ല. അതുകൊണ്ട് ഹൃദയം തിരിച്ചറിയാൻ വേണ്ടി ദൈവം നിരന്തരം ഇസ്രായേൽക്കാരെ പരീക്ഷണങ്ങളിലൂടെ കടത്തിവിട്ടു. അതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും പരീക്ഷണങ്ങളുടെ അനുഭവങ്ങൾ അനുവദിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദൈവീകമായ ലക്ഷ്യങ്ങളൊന്ന് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് തിരിച്ചറിയാനാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലിരിപ്പ് പുറത്തു ചാടുകയുള്ളൂ.
ഒരു പ്രശ്നത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, അതാണ് നമ്മൾ. നമുക്ക് എല്ലാം ഭംഗിയായിട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ അവസ്ഥ അറിയില്ല. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നു, ബന്ധങ്ങളിലൊരു തകർച്ചയുണ്ടാകുന്നു. ഇതൊക്കെ നമ്മളെ തന്നെ കണ്ടെത്തുവാനും നമ്മളെ തന്നെ വിശദീകരിക്കുവാനും വേണ്ടി ദൈവം അനുവദിക്കുന്ന ചില മാർഗങ്ങൾ ആണ് എന്ന ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കൂടുതൽ എല്ലാ പ്രശ്നങ്ങളും പ്രാർത്ഥിച്ച് പരിഹരിക്കും എന്ന് വിചാരിക്കരുത്. മറിച്ച് ചില പ്രശ്നങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടുക. അപ്പം പ്രശ്നങ്ങൾ എന്നെയും നിങ്ങളെയും തകർക്കാനല്ല, മറിച്ച് അവയിലൂടെ നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മളെ തന്നെ വിശദീകരിക്കാൻ, നമ്മളെ തന്നെ എളിമപ്പെടുത്താൻ, നമ്മളെന്താണെന്ന് തിരിച്ചറിയുവാൻ ദൈവം പരിശ്രമിക്കുകയാണ്. അപ്പം ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാതെ ഒരു അത്ഭുതം പ്രവർത്തിച്ച് ദൈവം മാറ്റം വരുത്തും എന്ന് ചിന്തിക്കരുത്. ഒരുപക്ഷേ നിന്റെ ജീവിത പങ്കാളിയിലൂടെ നീ വേദനിപ്പിക്കപ്പെടുന്നത് നിന്റെ ആന്തരികമായ വിശദീകരണത്തിനായിരിക്കും, ഉപരി വിശദീകരണത്തിനായിരിക്കാം. ഒരുപക്ഷേ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ നിന്നെ കടത്തിവിടുന്നത് നിസ്സഹായതയിലും നിരാശയിലേക്കും ആക്കുന്നത് കർത്താവിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കാനായിരിക്കാം. അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ, ഈ വേദനയിലൂടെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പ്രശ്നത്തിലൂടെ നീ എന്താണ് എന്നോട് സംസാരിക്കുന്നത്? നീ എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകമായ വിധത്തിൽ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2007 ബെനഡിക്ട് 16 മാർപ്പാപ്പ പ്രത്യാശയിൽ രക്ഷ എന്ന ഒരു ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്ന റോമ 8:24 ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സഭയെ പഠിപ്പിച്ചത് എങ്ങനെയാണ്? സത്യദൈവത്തെ അറിയുക എന്നാൽ പ്രത്യാശയുള്ളവരായി തീരുക എന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സത്യദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ പ്രത്യാശയുള്ളവരായി തീരുക. അപ്പോൾ ദൈവത്തെ അറിഞ്ഞ മനുഷ്യരുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നാണ് പ്രത്യാശ. നിരാശപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി അതിലൂടെ വെളിപ്പെടുത്തുന്ന എന്താണ്? സത്യദൈവത്തെ ഇനിയും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം സത്യദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം അറിയുമ്പോൾ, ദൈവത്തിൻ്റെ ജ്ഞാനം അറിയുമ്പോൾ, അവൻ്റെ പരിപാലന അറിയുമ്പോൾ, അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് അറിയുമ്പോൾ പിന്നെ നിരാശപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പം പ്രത്യാശയാണ് ജീവിതത്തിൽ ജീവിക്കാൻ ആവേശം നൽകുന്നത്. പ്രത്യാശയുള്ളവർ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകും. പ്രത്യാശയുള്ളവർ അലഞ്ഞു തിരിഞ്ഞ് സമയം കളയില്ല. എന്നാൽ നിരാശയിലേക്ക് ഒരു മനുഷ്യൻ വീഴുമ്പോൾ അവൻ സ്വയം വെറുക്കാൻ തുടങ്ങും, അവൻ മറ്റുള്ളവരെ വെറുക്കാൻ തുടങ്ങും, ജീവിതത്തെ വെറുക്കാൻ തുടങ്ങും, ദൈവത്തെ വെറുക്കാൻ തുടങ്ങും. സാത്താൻ ഒരു ആത്മാവിനെ നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വഴികളിൽ ഒന്നാണ് അവനെ നിരാശയിലേക്ക് തള്ളിവിടുക എന്നുള്ളത്. എന്നാൽ ദൈവം അതിന് നേരെ തിരിച്ച് പറയുന്നു, ഒരു കാരണവശാലും ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഒരിക്കലും നിരാശയ്ക്ക് അടിമപ്പെടാൻ പാടില്ല. നിരാശ ഒരു പാപമാണ്. കാരണം എന്താണ്? അത് ദൈവത്തിലുള്ള അവിശ്വാസമാണ്. ദൈവത്തിൻ്റെ നന്മയിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും പരിപാലനയിലുള്ള അവിശ്വാസത്തിൽ നിന്നാണ് നിരാശ രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് അത് ദൈവത്തിനെതിരായിട്ടുള്ള പാപമായിട്ടാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ എപ്പോഴും ജീവിതത്തിൽ നമ്മൾ പ്രത്യാശയുള്ളവരാകണം. ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും പ്രത്യാശ കൈവിടാതിരിക്കണം. കാരണം എന്താണ്? നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മളെ അറിയുന്ന ഒരു ദൈവം, നമ്മളെ കരുതുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു ഉദാഹരണത്തിലൂടെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഈ സ്നേഹം അറിയുമ്പോൾ പ്രത്യാശ കൊണ്ട് നിറയുന്നത് എന്ന ഒരു ഉദാഹരണം. 2000 ആണ്ടിൽ വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ജോസഫൈൻ ബഗീത. ജോസഫൈൻ ബഗീത പശ്ചിമ സുഡാനിൽ ഏതോ ഒരു വർഷം ജനിച്ച പെൺകുട്ടിയാണ്. അവളെ 9 വയസ്സുള്ളപ്പോൾ അടിമക്കച്ചവടക്കാർ തട്ടിക്കൊണ്ടുപോയി. 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അടിമക്കച്ചവടക്കാർ തട്ടിക്കൊണ്ടുപോയി. 960ഓളം കിലോമീറ്റർ ഈ 9 വയസ്സുകാരിയെ കാൽനടിയായി അവർ നടത്തിച്ചു, അവർ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഇതിനിടയിൽ ഒരുപാട് പീഡനങ്ങൾ ഈ കൊച്ചു പെൺകുട്ടി അനുഭവിച്ചു. പിന്നീടുള്ള അവളുടെ വർഷങ്ങൾ മുഴുവനും
അവൾ വെറും ഒരു വിൽപ്പന ചരക്കായിരുന്നു. കന്നുകാലികളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പോലെ പലരും അവളെ വിലയ്ക്ക് വാങ്ങി, പലരും മറിച്ചു വിറ്റ് ലാഭമുണ്ടാക്കി. അങ്ങനെ നിരവധി പീഡനങ്ങൾ ഏറ്റ് വളർന്ന, സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട, വീട് നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി. ഈ അടിമ ജീവിതത്തിൻ്റെ ഇടയിൽ അവൾക്ക് യഥാർത്ഥത്തിലുള്ള പേരെന്താണെന്ന് പോലും അവൾ മറന്നുപോയി. ബഗീത്ത എന്നുള്ളത് ഏതോ ഒരു യജമാനൻ അവൾക്ക് ചാർത്തി കൊടുത്ത ഒരു പേരാണ്. അവൾ യഥാർത്ഥ പേരോ അവളുടെ വീടോ സ്ഥലമോ ഒക്കെ അവൾ മറന്നുപോയി നീണ്ട വർഷങ്ങളിലെ അടിമ ജീവിതത്തിലൂടെ. അങ്ങനെ 1882 ഇറ്റലിക്കാരനായ കോൺസൂൾ കാലിസ്റ്റോ ലെനാനി എന്ന വ്യക്തി ഇവളെ വിലയ്ക്ക് വാങ്ങി. ആ മനുഷ്യൻ ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. അവൻ്റെ ഭവനത്തിൽ ഇവൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടി, സ്നേഹം കിട്ടി. അങ്ങനെ ആ കുടുംബത്തിൽ വെച്ചാണ് ഇവൾ യേശുവിനെ കുറിച്ച് അറിയുവാനിടയായത്. അത് അവൾക്കൊരു തിരിച്ചറിവായിരുന്നു. അവൾ മനസ്സിലാക്കി, അവളെപ്പോലെ വേദനിച്ച, ചാട്ടവാറടി അടികളേറ്റ, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട, അങ്ങനെ ദയനീയമായി മരിച്ച ഒരു ദൈവം ഉണ്ട് എന്ന്. അതുകൊണ്ട് ആ ദൈവത്തിന് അവളുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. അവൾ സ്വതന്ത്രയായപ്പോൾ അവളുടെ ശരീരത്തിൽ 186ഓളം മുറിവിൻ്റെ പാടുകളുണ്ടായിരുന്നു. ഓർത്ത് നോക്കുക, 9ാമത്തെ വയസ്സ് മുതൽ അടിമയായി വിൽക്കപ്പെട്ടപ്പോൾ അവൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പീഡനങ്ങളുടെ അടയാളങ്ങളായി 186ഓളം മുറിവുകൾ അവളുടെ ശരീരത്തിലുണ്ടായിരുന്നു. യേശുവിൻ്റെ ക്രൂശിക്കപ്പെട്ട ആ രൂപത്തിലേക്ക് നോക്കിയപ്പോൾ, അവിടെ തകർക്കപ്പെട്ട യേശുവിൻ്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ടപ്പോൾ പെട്ടെന്ന് അവൾക്കൊരു സ്നേഹം തോന്നി യേശുവിനോട്. എന്നെപ്പോലെ മുറിവേറ്റ മനുഷ്യൻ, അതുകൊണ്ട് എൻ്റെ വേദന മനസ്സിലാക്കും. അങ്ങനെ അവൾ യേശുവിനോടുള്ള സ്നേഹത്തിൽ വളർന്നു. മാത്രമല്ല, അവൾ മനസ്സിലാക്കി യേശു അവളെ സ്നേഹിക്കുന്നുണ്ട്. യേശു അവൾക്ക് വേണ്ടി സ്വർഗത്തിൽ കാത്തിരിക്കുന്നുണ്ട്. യേശു അവൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞു. ഇത് അവളുടെ ജീവിതത്തിൽ പുതിയ ഒരർത്ഥം നൽകി. അതുവരെയും എൻ്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ആരുമില്ല, എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല. എന്നാൽ യേശുവിൽ അവൾ തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തി. എന്നിട്ട് അവൾ പറയുകയാണ്, ഞാൻ സ്നേഹിക്കപ്പെടുന്നു. കാരണം ദൈവം എന്നെ സ്നേഹിക്കുന്നു തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. സ്നേഹം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ജീവിതം നല്ലതാണ്, അതെനിക്ക് പ്രത്യാശ നൽകുന്നു. അപ്പം കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ അവൾക്ക് ജീവിതത്തിൽ പ്രത്യാശയുണ്ടായി. ഒരു വ്യക്തി നിരാശപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ദൈവം എന്തുമാത്രം ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാണ്. അപ്പോൾ ദൈവസ്നേഹം രുചിച്ചറിയുമ്പോൾ നമ്മൾ പ്രത്യാശയുള്ളവരായിട്ട് മാറും. അങ്ങനെ അവൾ കർത്താവിൻ്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടു. പിന്നീട് അവൾ അടിമ ജീവിതത്തിൽ നിന്ന് സ്വതന്ത്രയായി. അവൾ മാമോദിസ സ്വീകരിച്ചു. അവൾ ഒരു സന്യാസ സമൂഹത്തിൽ കാനോസിയൻ സഭയിൽ ചേർന്ന് ഒരു സിസ്റ്ററായി തീർന്നു. പിന്നീട് റോമിൽ സഹിക്കുന്ന സ്ത്രീകളുടെ ഇടയിൽ, വേദനിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ജീവിച്ച്, നീണ്ട വർഷം ജീവിച്ച്, അവർക്ക് വേണ്ടി ജീവിച്ച് ഒരു വിശുദ്ധിയായിട്ട് മരിച്ചു. അങ്ങനെ 1980 അവൾ വിശുദ്ധിയായി നാമകരണം ചെയ്യപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഈ സിസ്റ്ററിനോട് ഒരു ചോദ്യം ചോദിച്ചു ഒരാൾ. നിങ്ങളെ അടിമയായി പിടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തവരെ കണ്ടാൽ ഇപ്പോൾ എന്തു ചെയ്യുമെന്ന്? നിങ്ങളെ തട്ടിക്കൊണ്ടുപോയി അടിമയായി വിറ്റ് നിങ്ങളെ പീഡിപ്പിച്ച ആളുകളെ ഇപ്പോൾ കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? അവൾ പറഞ്ഞു, ഞാൻ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ കൈകൾ ചുംബിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിയുമ്പോഴേ അത് സാധിക്കുകയുള്ളൂ. നമ്മളിന്നും വാശിയും വെറുപ്പുമായി ജീവിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ സ്നേഹം ഇനിയും അനുഭവിച്ചറിയണം. ഇനിയും ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഒരു ആത്മീയ രോഗത്തിൻ്റെ അടയാളമാണ്. ഇനിയും മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇനിയും പഴയ കാര്യങ്ങൾ പറഞ്ഞ് ജീവിതം ദുരിതപൂർണമാക്കി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് ആത്മീയ രോഗത്തിൻ്റെ ഒരു അടയാളമാണ്. നീ ഇനിയും നിന്റെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുമ്പോൾ പിന്നെ നമ്മൾ കണക്കുകൾ സൂക്ഷിക്കുകയില്ല, പിന്നെ നമ്മൾ പഴയത് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയില്ല, പിന്നെ നമ്മൾ മുന്നിലേക്ക് നോക്കി പ്രത്യാശയോടുകൂടി ജീവിക്കുന്നവരായിട്ട് മാറും. അപ്പോൾ ഓർക്കുക, നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വെറുപ്പിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുവാനല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം നശിപ്പിക്കുന്നത്, ബന്ധങ്ങളുടെ സൗന്ദര്യം നശിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹാരിത എടുത്തു കളയുന്നത് സ്നേഹമില്ലായ്മയാണ്. ഈ സ്നേഹമില്ലായ്മയിലേക്ക് ഈ രാത്രിയിൽ നമ്മൾ കർത്താവിനെ ക്ഷണിക്കണം. അവൻ്റെ സ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടി ആഗ്രഹിക്കണം. അവൻ്റെ സ്നേഹത്താൽ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുത്തണം. ഒരുപക്ഷെ മക്കൾ സ്നേഹിക്കുന്നില്ലായിരിക്കാം, ജീവിത പങ്കാളി സ്നേഹിക്കുന്നില്ലായിരിക്കാം,
സഹോദരങ്ങൾ സ്നേഹിക്കുന്നില്ലായിരിക്കാം, പക്ഷേ നിന്നെ സ്നേഹിക്കുവാൻ നിനക്കൊരു ദൈവമുണ്ട്. ഈ സ്പേസാൽവി എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, ആരും സ്നേഹിക്കാനില്ലാത്തപ്പോഴും സ്നേഹിക്കുന്ന, ആരോടും മിണ്ടാനില്ലാത്തപ്പോഴും നമ്മളോട് മിണ്ടുന്ന, ആരും മനസ്സിലാക്കാത്തപ്പോഴും മനസ്സിലാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അത് നമുക്ക് പ്രത്യാശ പകരുന്നു. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ട് ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ തളർന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ദുർബലരാകാൻ പാടില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ ആത്മാവിനെ വളരെ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്നു. അവന് വേണ്ടി അവൻ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. ഈ രാത്രിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ സ്വകാര്യ ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും കാണാത്ത, ഞാനും എൻ്റെ ദൈവവും മാത്രം അറിയുന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതം എന്താണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ മൂല്യമുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ. ബാക്കിയെല്ലാം പൊയ്മുഖങ്ങളാണ്. പക്ഷെ കർത്താവിൻ്റെ മുമ്പിൽ നിത്യതയിൽ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള നമ്മളെയാണ് നമ്മൾ അഭിമുഖീകരിക്കുക. അതുകൊണ്ട് അത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം ഈ രാത്രി. എന്നിട്ട് ഈശോയോട് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ സ്വകാര്യ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ ഹൃദയത്തെ മാറ്റി തരണമേ, എനിക്കൊരു പുതിയ ഹൃദയവും ഒരു പുതിയ മനസ്സും നൽകണമേ. ദൈവമേ, എൻ്റെ ബാഹ്യ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങളെക്കാൾ ഉപരി എൻ്റെ ആന്തരിക സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ആഗ്രഹം എനിക്ക് നൽകണമേ. അതോടൊപ്പം തന്നെ ഓർക്കണം, പ്രായമായിക്കൊണ്ടിരിക്കുന്നവർ ഓർക്കണം, ഇനിയും ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതെ ആത്മാവിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കണം. മരണത്തെക്കുറിച്ച് ധ്യാനിക്കണം ഭയപ്പെടാതെ. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. നിത്യതയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ ആത്മാഭിമാനത്തോടെ നിൽക്കത്തക്ക രീതിയിൽ വിശുദ്ധിയുള്ള ഒരു സ്വകാര്യ ജീവിതത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ കുടുംബത്തിനും വരും തലമുറകൾക്കും കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം. നമ്മൾ ഒരുപാട് പണമുണ്ടാക്കി കൊടുത്തില്ലെങ്കിലും, ഒരുപാട് പഠിപ്പിച്ചില്ലെങ്കിലും, വിശുദ്ധമായ ഒരു ജീവിതം ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ജീവിച്ചാൽ ആ ജീവിതത്തിൻ്റെ സുഹൃതങ്ങൾ വരും തലമുറകളിലേക്ക് പകരപ്പെടുകയും നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും വലുത് വിശുദ്ധമായിട്ടുള്ളൊരു ഹൃദയമാണ്. ആ കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ നമുക്ക് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് മുട്ടുകുത്തി നിന്നുകൊണ്ട് ദിവികാരുണ്യനാഥനെ സ്വീകരിക്കാനായിട്ട് വരും.